തിരികെ ഇന്ന് സംഭവിച്ചതിലേക്ക്. ഇനി തിരുവനന്തപുരം പൊന്മുടിയിലെ വനം കൊള്ളയിൽ ഇന്ന് സംഭവിച്ചത് എന്ത് എന്നതിലേക്കാണ്. 2 പേർക്കെതിരെ കേസെടുത്ത് വനംവകുപ്പ്. പൊന്മുടി സ്വദേശികളായ ആർ മണികണ്ഠൻ, കുമാർ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. മരമുറിക്കലിന് നേതൃത്വം നൽകിയ വനസംരക്ഷണ സമിതി അംഗത്തെ കേസിൽ നിന്ന് ഒഴിവാക്കിയെന്ന് ആക്ഷേപമുണ്ട്. സംഭവത്തിൽ ഉടൻ വനം മന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറും. 24 ഇംപാക്ട് ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി. ഷഫീദ്, 24 ആണ് ഈ വാർത്ത പുറത്തുവിട്ടത്. ഇപ്പോൾ അതിൽ നടപടി ഉണ്ടാകുന്നു. ഓരോ ദിവസവും ഇത്തരത്തിൽ നടപടിയുടെ വാർത്തകൾ പുറത്തു വരുമ്പോൾ ചില ആക്ഷേപങ്ങൾ കൂടി ഉയരുന്നുണ്ടല്ലോ. അതിന്റെ വിവരങ്ങൾ എങ്ങനെയാണ്? റിപ്പോർട്ട് കൈമാറിയോ മന്ത്രിക്ക്? അനുജ, റിപ്പോർട്ട് ഇതുവരെയും കൈമാറിയിട്ടില്ല. ഈ ഉദ്യോഗസ്ഥർ, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട തിരക്കിലാണ് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിശദീകരണവും. പൊന്മുടി, അതായത് പരിസ്ഥിതിലോല മേഖലയായിട്ടുള്ള പൊന്മുടിയിൽ നിന്നും ചെറുമരങ്ങൾ മുറിച്ചു മാറ്റിയ വാർത്ത കഴിഞ്ഞ ദിവസമാണ് നമ്മൾ വാർത്തയാക്കുന്നത്. പിന്നാലെ ഇക്കാര്യത്തിൽ അടിയന്തരമായ ചില നടപടികളിലേക്ക് വനംവകുപ്പ് കടന്നിരിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ 2 പേരെ പ്രതി ചേർത്ത് കേസെടുത്തിട്ടുണ്ട്. പൊന്മുടി സ്വദേശികളായിട്ടുള്ള ആർ മണികണ്ഠൻ, കുമാർ എന്നിവർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. ഇവർ ആ എസ്റ്റേറ്റിലെ തൊഴിലാളികളാണ് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. അതേസമയം മരമുറിക്ക് നേതൃത്വം നൽകിയ വനസംരക്ഷണ സമിതി അംഗത്തെ കേസിൽ നിന്നും ഒഴിവാക്കിയെന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെ ചില ആക്ഷേപങ്ങളും ചർച്ചകളും നടക്കുകയാണ്. ഈ മരമുറി തടയാനെത്തിയ വനംവകുപ്പ് ജീവനക്കാരുമായി തർക്കമുണ്ടാക്കിയത് ഇയാളായിരുന്നു. ഇയാൾക്കെതിരെ വനംവകുപ്പിലെ തന്നെ ചില ജീവനക്കാർ മൊഴി നൽകിയിട്ടും കേസെടുക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ള വിമർശനം കൂടി ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്യുന്നുണ്ട്. പ്രമുഖനെ ഒഴിവാക്കിയത് ചില രാഷ്ട്രീയ സമ്മർദ്ദം മൂലമാണെന്നുള്ള ആക്ഷേപവും ഉയരുന്നു എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യം. അതേസമയം ഈ മുറിച്ച മരങ്ങളുടെ കണക്കെടുപ്പ് സംബന്ധിച്ച് ഇന്നും പരിശോധന നടന്നിട്ടുണ്ട്. ആദ്യ ദിവസം നടത്തിയ പരിശോധനയിൽ 260-ലധികം ചെറുമരങ്ങൾ മുറിച്ചു മാറ്റി എന്നുള്ളതാണ് വനംവകുപ്പിന്റെ കണ്ടെത്തൽ. കൂടാതെ അടിയന്തരമായി വനം മന്ത്രിക്ക് റിപ്പോർട്ട് നൽകാനുള്ള ചില നീക്കങ്ങളും ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്. അനുജ, പൊന്മുടിയിലെ വനം കൊള്ളയിൽ വനം വകുപ്പ് നടപടി സ്വീകരിക്കുന്നു. 2 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നു. എന്നാൽ ഇതിൽ വനം സംരക്ഷണ സമിതിയിലെ അംഗത്തിനെതിരെ നടപടിയില്ല തുടങ്ങിയ ആക്ഷേപങ്ങൾ വരുന്നു. ഈ റിപ്പോർട്ട് ഉടൻ തന്നെ മന്ത്രിക്ക് കൈമാറും.